നമസ്കാരം. വിവരദോഷം ആഘോഷമാക്കി അല്പത്തരം ഭൂഷണമാക്കി ജീവിക്കുന്ന കുറേ സഖാക്കളെ നമുക്ക് ചാനൽ ചർച്ചകളിൽ കാണാം. വിവരക്കേടിനെ അവർ വിപ്ലവമായി കരുതുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു ചാനൽ ചാവേറാണ് CPM നേതാവായ K. അനിൽകുമാർ. പുളകവദന മോഹസുന്ദര എന്ന് അദ്ദേഹത്തെ നമുക്ക് നീട്ടി വിളിക്കാൻ തോന്നും. സ്ത്രീകളെ ആക്ഷേപിക്കുന്ന കാര്യത്തിൽ വിജയരാഘവനെയും തെറിയാശാനെയും ഈ അനിൽകുമാർ നിരാശരാക്കും. ആശമാരുടെ സമരപ്പന്തലിൽ ചെന്ന് സുരേഷ് ഗോപി മണിമുറ്റ താവണിപ്പന്തൽ പാടിയതോടെ സ്ത്രീകൾ പുളകിതരായി എന്നാണ് അനിൽകുമാർ പറയുന്നത്. സമരങ്ങളെയെല്ലാം ഒരു കാലത്ത് പുളകങ്ങളായി കണ്ട പാർട്ടിയുടെ കർമ്മധീരനായ നേതാവാണ് ഇപ്പോൾ പുളകത്തെ വല്ലാതെ ആക്ഷേപിക്കുന്നത്. സഖാക്കൾ പാടുന്ന പാട്ട് മാത്രമേ പാട്ടാകൂ. സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ സമരക്കാർ പുളകം കൊണ്ടു എന്നാണ് അനിൽകുമാറിൻ്റെ കണ്ടുപിടുത്തം. അനിലിനെ കണ്ട ആരെങ്കിലും ഇന്നോളം പുളകം കൊണ്ടതായി അറിയില്ല. പകരം നിങ്ങളെ കാണുന്നവരിപ്പോൾ പുച്ഛിക്കുകയാണ്. അമ്മാതിരി കെടുമ്പ് വർത്തമാനങ്ങൾ മാത്രം പറയുന്ന ഒരു നാവിൻ്റെ ഉടമയാണ് അനിൽകുമാർ. ചിലപ്പോൾ തോന്നും ശ്രീനിവാസൻ്റെ കഥാപാത്രമായ സന്ദേശത്തിലെ കോട്ടപ്പള്ളിയാണെന്ന്. മറ്റു ചിലപ്പോൾ തോന്നും ക്യൂബ മുകുന്ദനാണെന്ന്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ ആളെ മനസ്സിലാകും. കാരക്കൂട്ടിൽ ദാസൻ. സത്യത്തിൽ K. അനിൽകുമാർ ആരാണ്? സംസ്ഥാന കമ്മിറ്റി നേതാവാണ് ഇഷ്ടൻ. ഇത്രയേറെ കമ്മ്യൂണിസത്തെ വെറുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച ഒരു അന്തിച്ചർച്ചക്കാരൻ ഈ അനിൽകുമാറിനെ പോലെ വേറെയില്ല. പാർട്ടിയുടെ ബുദ്ധിജീവിയാണ് ഈ സഖാവ്. ഉച്ചിയിൽ ഉപ്പോളം ബുദ്ധി പോലും ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഈ സഖാവ് ഒരു കാലത്തും പ്രകടിപ്പിച്ചിട്ടില്ല. പാർട്ടി ബുദ്ധിജീവികൾക്ക് കാലാനുസൃതമായി സംഭവിക്കുന്ന ബുദ്ധിമാന്ദ്യത്തിന് അനിലിനേക്കാൾ നല്ലൊരു ഉദാഹരണം പറയാനില്ല. സുരേഷ് ഗോപിയുടെ മണിമുറ്റ താവണിപ്പന്തൽ കേട്ട് സമരക്കാർ പുളകം കൊണ്ടെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെ അങ്ങോട്ട് പറഞ്ഞയക്കണമായിരുന്നു. കാരണഭൂത തിരുവാതിര ചൊല്ലിക്കളിച്ച് പറഞ്ഞയക്കും. മണിമുറ്റത്തെ ആവണിപ്പന്തലല്ല, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെ ആശമാരുടെ പന്തലാണിപ്പോൾ സഖാക്കളെ വല്ലാതെ പൊള്ളിക്കുന്നത്. മന്ത്രി R. ബിന്ദുവിനും സുരേഷ് ഗോപിയുടെ ഈ പാട്ട് പിടിച്ചിട്ടില്ല. ബിന്ദുവിനെ കാണുമ്പോൾ സഖാവ് വിജയരാഘവൻ പാടുന്ന പാട്ട് ഇതല്ല. ഹായ് ബനാനെ ഒരു പൂ തരാമോ എന്ന പാട്ടാണ്. ഗോപിയുടെ പാട്ട് പിടിച്ചില്ലെങ്കിൽ ബിന്ദു പോയി നളചരിതമങ്ങ് ആടിക്കാണിക്കണം. അനിൽകുമാർ പുളകപ്രയോഗം മുമ്പും നടത്തിയിട്ടുണ്ട്. 19 വയസ്സുള്ള മറിയാമ്മ ചേട്ടത്തി എന്ന വൃദ്ധയെ ആക്ഷേപിക്കാൻ വേണ്ടിയായിരുന്നു അത്. അവർ ചട്ടിയെടുത്തപ്പോഴായിരുന്നു ഈ പരാമർശം. സഹായ വാഗ്ദാനവുമായി മറിയക്കുട്ടിയെ കാണാൻ സുരേഷ് ഗോപി പോയപ്പോൾ അനിൽകുമാർ അന്ന് പറഞ്ഞത് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ മറിയക്കുട്ടിക്ക് രോമാഞ്ചമുണ്ടായെന്നും അവർ പുളകിതയായി എന്നുമാണ്. അവർ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഉദാത്ത ദൃഷ്ടാന്തമാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു ഈ അനിൽകുമാർ. പെറ്റതള്ളയുടെ പ്രായമുള്ളവരെ പോലും ഇവർ അപമാനിക്കും. ചമ്മി നാറാതെ ഈ K. അനിൽകുമാർ എന്നെങ്കിലും ഒരു ചർച്ച വിജയിപ്പിച്ച് വീട്ടിൽ പോയ ചരിത്രമുണ്ടോ? ഇങ്ങനെ നിരന്തരം തോൽക്കുന്ന ഒരാൾ എങ്ങനെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും സഖാവേ?